നമസ്തേ. മറുപടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. കേരള കൊച്ചി സർവകലാശാല സിൻഡിക്കേറ്റ് മുൻ അംഗവും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനുമായ ശ്രീ RS ശശികുമാറാണ് മറുപടിയുടെ ഈ അധ്യായത്തിലെ അതിഥി. അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം. മേയർ കത്തി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് സാറിൻ്റെ ഒരു കൊട്ട് കിട്ടുന്നത്. ഇവരുടെ വിദ്യാഭ്യാസ യോഗ്യത പരിശോധിക്കാനുള്ള കാരണം എന്താ? അല്ല, മേയർ സെർവ് ചെയ്തപ്പോൾ തന്നെ വാസ്തവത്തിൽ അക്ഷരാർത്ഥത്തിൽ നമ്മുടെ നഗരത്തിലുള്ള ജനങ്ങൾ മുഴുവനും അതിശയിച്ചു പോയി. കാരണം ഇന്നലെ വരെകളിൽ വളരെ പരിണിതപ്രജ്ഞരായ സീനിയറായിട്ടുള്ള ആൾക്കാരാണ് മേയറായിട്ട് വരുന്നത്. അപ്പോഴാണ് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു SFI പ്രവർത്തകയായ ഒരു പെൺകുട്ടിയെ മേയറാക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാവും. ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിലാണ് ആര്യ അവതരിപ്പിച്ചത്. അതുമാത്രമല്ല, അവർ സെർവ് ചെയ്തതിൻ്റെ ആ ദിവസം തന്നെ കൈരളി ചാനലിൽ ഒരു സീനിയർ റിപ്പോർട്ടറാണ് അവരെ പ്ലേസ് ചെയ്യുന്നത്. ഒരു പ്രഗത്ഭയായ ഒരു വനിത. അവർ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അവർക്ക് തുടർ വിദ്യാഭ്യാസം വേണ്ടതാണ്. അങ്ങനെയുള്ള ഒരാളെ ഞങ്ങളിത് മേയറായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അന്ന് പറഞ്ഞത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, പിന്നെ MBA എടുക്കണം അല്ലേ? അതെ. അത് കഴിഞ്ഞ് സിവിൽ സർവീസ്, അതിൽ IPS. ഇതെല്ലാം ഒരു മോഡൽ സ്റ്റോറിയാണ്. അപ്പോൾ ജനങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഒരു വലിയ ഒരു ഭാവിയിലെ ഒരു IAS കാരിയെ ഞങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വിടുകയാണ്. തീർച്ചയായിട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കൊന്നും അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കാൻ പറ്റത്തില്ല. അത്രയും പ്രഗത്ഭയായ ഒരു പെൺകുട്ടി എന്ന നിലയിൽ ആണ് അവതരിപ്പിച്ചത്. ആ കുട്ടി പറയുകയും ചെയ്തു, എനിക്ക് MBA എടുക്കണം, അത് കഴിഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹം IAS വേണം, പക്ഷേ എൻ്റെ ആഗ്രഹം ഈ യൂണിഫോമിനോടുള്ള താല്പര്യമുള്ളതുകൊണ്ട് എനിക്ക് IPS എടുക്കണം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സ്വാഭാവികമായിട്ടും ഇത്രയും നല്ലൊരു മിടുക്കിയായ പെൺകുട്ടിയാണല്ലോ. പിന്നെ വളരെ ഭംഗിയായ ഭാഷയിൽ സംസാരിക്കും. അത് ഈ SFI വിദ്യാർത്ഥികളുടെ ഒരു ശൈലിയാണ്. അത് എല്ലാവരും ഒരേ ഭാഷാ ശൈലി എല്ലാവർക്കും. അത് യുവജനങ്ങൾ, അവർ MLA അവരാവട്ടെ, അവരെല്ലാവരും ഇവിടെ ശൈലി, കാരണം അവർ ആ രീതിയിൽ ട്രെയിൻഡാണ്. ഏത് കാര്യത്തെയും കാണുക, ആരെയും പുച്ഛിച്ച് സംസാരിക്കുക, ബഹുമാനമില്ലാതെ സംസാരിക്കുക, അതെല്ലാം തന്നെ ഈ പെൺകുട്ടിയിലുമുണ്ട്. അപ്പോഴേ തന്നെ 2021 തന്നെ സർവകലാശാലയിൽ നിന്ന് നമുക്ക് ഈ കുട്ടിയുടെ കോളേജിലെ മാർക്കെല്ലാം തന്നെ പരിശോധിച്ച് വെച്ചിരുന്നു. പക്ഷേ അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ തന്നെ പ്രചരിച്ചിരുന്നെങ്കിലും അതാരും തന്നെ വിശ്വസിക്കില്ല. കാരണം പഠിക്കുന്ന ഒരു പെൺകുട്ടി ആയിരിക്കുമല്ലോ എന്ന രീതിയിൽ ആ കുട്ടിക്ക് അവസരം കൊടുത്തു. പക്ഷേ പിന്നീട് നമ്മുടെ കോർപ്പറേഷനിൽ നടന്ന സംഭവങ്ങൾ, കോർപ്പറേഷനിലെ കൗൺസിലർമാർ, പ്രതിപക്ഷ കൗൺസിലർമാരാകട്ടെ, തീർച്ചയായിട്ടും ഭരണകക്ഷിയിലെ കൗൺസിലർമാരോട് പോലും വളരെ മാന്യമായ രീതിയിലല്ല ഈ പെൺകുട്ടി പെരുമാറുന്നതെന്നുള്ള മനസ്സിലായി. കാരണം വെച്ചാൽ ആ രീതിയിൽ ആ കുട്ടിയെ അഡ്വൈസ് ചെയ്യാൻ പോലും ആരും തയ്യാറല്ല. അപ്പോൾ ഞാൻ നോക്കി കണ്ടപ്പോൾ അവരുടെ ഒരു സ്റ്റൈലെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെ അവരോധിച്ചെന്ന് കാണിക്കുക, ബാക്ക് സീറ്റ് ഡ്രൈവിംഗ് നടത്തുക. അപ്പോൾ അവരെന്ത് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പെൺകുട്ടിക്ക് പറ്റിയ തെറ്റാണല്ലോ എന്ന് പറയുക. ഈ പെൺകുട്ടി വന്നതിന് ശേഷമാണ് ഏറ്റവും കൂടുതൽ പിൻവാതിൽ നിയമനങ്ങൾ കോർപ്പറേഷൻ നടന്നത്. നമ്മളെ ശ്രദ്ധിച്ച് കാണണ്ട. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ കണ്ടതിന് ശേഷം അവസാനമാണ് ഒരു തൊഴിലാളിയല്ലേ, പ്രത്യേകിച്ച് CPM തൊഴിലാളി പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമാണ് CPM. ആ CPMൻ്റെ ഒരു പ്രതിനിധി, ഒരു ഡ്രൈവർ, അയാളൊരു ഡെയിലി വേയിലുള്ള ഒരു ജീവനക്കാരനാണ്. അയാൾ ചിലപ്പോൾ തെറ്റ് ചെയ്തിരിക്കാം, ഞാനിപ്പോൾ അയാളെ ന്യായീകരിക്കുന്നതുമില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അയാളെ ഉപദേശിക്കാൻ ബാധ്യതപ്പെട്ടതല്ലേ ആ പാർട്ടിയുടെ നേതാക്കൾ. തീർച്ചയായും മേയർ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും ആദരിക്കേണ്ട, ബഹുമാനിക്കേണ്ട ഒരു സ്ഥാനമാണ്. അല്ല, മേയർ ഗുസ്തി പിടിക്കല്ലേ വേണ്ടേ? ഡ്രൈവറുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ആളുകളുടെ അടുത്തെത്തിക്കുക. ഇപ്പോൾ പോലീസിൽ വിളിച്ച് പറഞ്ഞാൽ പോരെ? പോലീസ് വന്നല്ലേ മറ്റ് നടപടികളിലേക്ക് കിടക്കേണ്ടത്. സംശയമില്ലല്ലോ. ഇത് മേയർ പോലീസ് കളിച്ചു എന്ന് വെച്ചാൽ മേയർ എന്ന് പറയുന്നത് പ്രോട്ടോകോൾ അനുസരിച്ച് ജില്ലാ കളക്ടറുടെയും ജില്ലാ പോലീസ് അധികാരിയുടെയും മുകളിലെ സ്ഥാനമാണ്. അപ്പം അവരെ ഒന്ന് ഫോൺ ചെയ്ത് പറഞ്ഞാൽ മതി, വേണ്ട അന്ത നടപടികൾ. പക്ഷെ അതിന് പകരം അവരിലുള്ള പഴയ IPS ഉണർന്നു. അതെ, അവരുടെ IPS പോലീസുകാരി എന്ന നിലയിൽ ചേസ് ചെയ്യുകയും ഒക്കെ ചെയ്തത് തീർച്ചയായിട്ടും മേയർ സ്ഥാനത്തിരിക്കാൻ ഒരിക്കലും അവരർഹയല്ല എന്ന് കാണിക്കുകയാണ് സത്യത്തിൽ. അപ്പോൾ അത് ചർച്ചാ വിഷയമായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. ആ വീട്ടിൽ ഇരിക്കുന്ന ഒരു ഡിപ്പോ മാനേജർ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കാവോ? വാസ്തവത്തിൽ പോലീസ് അത് ചെയ്യാൻ നിർബന്ധിതരാകുന്നതാണ്.
അവർക്കും അറിയാം. പക്ഷേ മുകളിൽ നിന്നുള്ള ഫോഴ്സ് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ വിളിച്ചുകൊണ്ട് വന്ന് ചോദ്യം ചെയ്യുന്നതാവാം. എന്തായാലും ഇത് അപ്പോഴേക്കും പലരും എന്നെ വിളിച്ചു പറയും. നമ്മുടെ പഴയ 2021 തന്നെ നമ്മൾ പരിശോധിച്ചതാണല്ലോ. യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറിയാമോ, രേഖയുണ്ട്. അതനുസരിച്ച് നോക്കിയപ്പോൾ ആ കുട്ടിക്ക് ഈ മാത്സിന് 0 മാർക്കാണ്. BSc മാത്സ് ആണ്. അത് പഠിച്ചിരുന്നത് ഇവിടെ LBS എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്, അപ്ലൈഡ് ഇലക്ട്രോണിക്സ്. അവിടെ പഠിച്ചപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നത് അവിടെ പഠനം കുട്ടിക്ക് തുടരാൻ ബുദ്ധിമുട്ടാവും. കാരണം അതനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് കാണില്ല. പക്ഷേ ആ കുട്ടി ഇൻ്റർവ്യൂ പറഞ്ഞത് മാത്സിനോടുള്ള അഭിനിവേശം കൊണ്ട് ആർട്സ് സയൻസിൽ ചേർന്നു എന്നാണ്. എന്തായാലും ആർട്സ് സയൻസ് വന്ന് ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ എക്സാംസിൻ്റെ മാർക്ക് ഇതാണ്. സെക്കൻഡ് ഇയറിൽ വളരെ മോശപ്പെട്ട മാർക്കാണ്. 0 മാർക്ക് കിട്ടണോ, പരീക്ഷ എഴുതിയില്ലെങ്കിൽ ആബ്സെൻ്റ് ആവുള്ളൂ. അപ്പോൾ 0 മാർക്ക് കിട്ടണമെങ്കിൽ ഏതെങ്കിലും 1-2 ചോദ്യം എഴുതിയിട്ട് തെറ്റാകുമ്പോഴാണ് 0 മാർക്ക് കൊടുക്കുന്നത്. പക്ഷേ ഇത് പറയുമ്പോൾ ഇത് മഹാരാജാസ് കോളേജിലെ മറ്റായിരുന്നെങ്കിൽ 100 കിട്ടുമായിരുന്നു. കാരണം ആർട്സ് കിട്ടിയതല്ലേ മലയാളത്തിൽ. പക്ഷേ നമ്മുടെ ആർട്സ് സയൻസിലാകുമ്പോൾ അവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കൃത്യമായിട്ട് മാർക്ക് അവർ ചെയ്യും. ആർട്സ് സയൻസ് കോളേജിലൊക്കെ ചെയ്യില്ല. അതുകൊണ്ടാവാം കിട്ടാവുന്നത്. അപ്പം നമ്മളിപ്പോൾ 0 മാർക്ക് കിട്ടിയതല്ലോ അല്ലെങ്കിൽ 5 മാർക്ക് കിട്ടിയോ മേയർക്ക് ക്വാളിഫിക്കേഷൻ ഒന്നും വേണമെന്നില്ല, ഇന്ന യോഗ്യമാണ്. പക്ഷേ വളരെ പ്രഗത്ഭയാണ്, ഭാവിയിലെ വാഗ്ദാനമാണ്, IAS IPS ആകേണ്ടതാണെന്ന രീതിയിലൊക്കെ പ്രചരിപ്പിച്ച ആളുകൾ പ്ലേസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തെ ചീറ്റ് ചെയ്യുന്നതില്ല. അല്ലാതെ മാത്രമല്ല, മലയാളത്തിൽ നന്നായി സംസാരിക്കുന്ന മേയർക്ക് മലയാളത്തിൽ 7 മാർക്കല്ലേ? അതെ, മലയാളത്തിന് അതാണ്. മലയാളത്തിൽ സംസാരിക്കുന്നവർക്ക് മലയാള ഭാഷയിൽ അഗദ്യ മലയാള ഏത് പുസ്തകമാണ് അതിനകത്ത് 7 മാർക്കാണ് കിട്ടിയത്. അപ്പോൾ ഈ ഒരു അവസ്ഥയാകുമ്പോൾ തീർച്ചയായിട്ടും അത് ചോദ്യം ചെയ്യപ്പെടും.